إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പ്രയത്നം എപ്പോഴും എന്നും കാത്തു സൂക്ഷിക്കണമെന്നും ഉണർത്തുകയാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ എന്നൊക്കെ പറയുന്നത് കേവലം അവകാശവാദമല്ല, മറിച്ച് നിരന്തരമായ പ്രയത്നത്തിലൂടെ കാത്തു സൂക്ഷിക്കേണ്ട ബൃഹത്തായ ഒരു സമ്മേളന ഭൂമികയാണ് നമ്മുടെ ഈമാൻ, വിശ്വാസം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അല്ലാഹു സുബ്ഹാനഹുവ രക്ഷാകർത്തത്തിലും അവനുള്ള ആരാധനകളിലും അവനുള്ള നാമ ഗുണ വിശേഷണങ്ങളിലും അവനെ മാത്രം ഏകനാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ഈ ഗുണങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബൃഹത്തായ പ്രതിഫലമായി തീരുന്നത് ആദ്യം പറഞ്ഞത് ശരിയാകുമ്പോഴാണ്. ആദ്യം പറഞ്ഞത് ശരിയാകാതെ ഒരുപാട് ഗുണമുള്ള, ഒരുപാട് നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആ ഗുണങ്ങളൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസ കാപട്യത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാരി വലം തജിദ് ലഹും നസീറ എന്ന് പറഞ്ഞു. തീർച്ചയായും മുനാഫിക്കുകൾ, കപടന്മാർ, കപടവിശ്വാസികൾ, അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ്. അവർക്കൊരു സഹായവും ലഭിക്കാനില്ല, ഒരു വഴിയും അവർക്ക് ലഭ്യമല്ല. ആരെ പറ്റിയാ പറഞ്ഞത്? വിശ്വാസികളായ കപടന്മാരെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസം നേർക്ക് നേരെയല്ല, വിശ്വാസമുണ്ട്, കാപട്യം ഒരുപാടുണ്ട്. അവർക്കാണ് നരകത്തിൽ അങ്ങേയറ്റത്തെ ശിക്ഷയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ശേഷം തുടർത്തിയത് ഇല്ലല്ലദീന താബു, പശ്ചാത്തപിച്ചവർ ഒഴികെ, വഅസ്ലഹു, പശ്ചാത്താപം മാത്രമല്ല, നമ്മളൊക്കെ പലപ്പോഴും പശ്ചാത്തപിക്കാറുണ്ട്. പക്ഷെ ആ നിലപാട് ചിലപ്പോൾ നന്നാക്കിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഭാര്യയോട് ക്രൂരമായുള്ള ഒരു പെരുമാറ്റം ഉണ്ടായാൽ നീ എനിക്ക് പുറത്തു തരണമെന്ന് ഭാര്യനോട് പറഞ്ഞേക്കാം, അല്ലാഹു എനിക്ക് പുറത്തു തരണം എന്ന് അപേക്ഷിച്ചേക്കാം. പക്ഷേ വീണ്ടും വീണ്ടും ആ നിലപാട് ആവർത്തിക്കുന്നവരായി തീർന്നേക്കാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലല്ലദീന താബു, പശ്ചാത്തപിച്ചവർ ഒഴികെ, വഅസ്ലഹു, നിലപാട് നന്നാക്കിയവർ ഒഴികെ, വഅൽതസമു ബില്ലാഹ്, അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിച്ചവർ ഒഴികെ, വഅഖ്ലസു ദീനഹും ലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിനെ അവനിൽ ഇഖ്ലാസ് ആക്കിയവർ ഒഴികെ, ഫഉലൈക മഅൽ മുഅ്മിനീൻ, ഈ പറഞ്ഞ ഗുണമുള്ളവരാണ് വിശ്വാസികളുടെ കൂട്ടത്തിലുള്ളത്. സത്യവിശ്വാസികൾക്ക് മഹത്തായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തുന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ശിക്ഷിച്ചിട്ട് അവനെന്ത് കിട്ടാനാണ്? ഇൻ ശകർതും വ ആമൻതും, നിങ്ങൾ നന്ദി കാണിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്താൽ വകാന അല്ലാഹു ശാകിറൻ അലീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ കൃതജ്ഞനാണ്, സർവജ്ഞനാണ്. സഹോദരന്മാരെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢതയും വിശ്വാസത്തിന്റെ വ്യക്തതയും വിശ്വാസത്തിന്റെ ഋജുവായ പാതയിലുള്ള സഞ്ചാരത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യദ്ഖുലുൻ നാര അഹദുൻ ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തി ഖർദലിൻ മിൻ ഈമാൻ. ഈമാനിൽ നിന്ന് ഒരു അണുമണി തൂക്കമുള്ളവൻ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഈമാനിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്. വലാ യദ്ഖുലുൽ ജന്നത അഹദുൻ ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തി ഖർദലിൻ മിൻ കിബ്രിയാ. അഹങ്കാരത്തിൽ നിന്ന് ഒരു അണുമണി തൂക്കമുള്ളവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്താ വാക്ക്? ഈമാനിൽ നിന്ന് ഒരു അണുമണി തൂക്കം ഉണ്ടോ അവൻ നരകമില്ല അവനെ. എന്നാൽ അഹങ്കാരത്തിൽ നിന്ന് ഒരു അണുമണി തൂക്കമുണ്ടോ അവന് സ്വർഗമില്ല. സഹോദരന്മാർ, ഈമാൻ എന്ന് പറയുന്നത് കേവലം വർത്തമാനമല്ല. ഈമാൻ ആത്യന്തികമായി നമ്മുടെ ക്ലിയർ ആവണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദിലുള്ള വിശ്വാസമാണ്. എന്നാൽ അത് ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നിസാരമായ പ്രവർത്തനങ്ങൾ പോലും അള്ളാഹുവിന്റെ അടുക്കൽ ബൃഹത്തായ കാര്യമായിരിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു മഅബദിന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, മൻ ഖറസ ഹാദൻ നഹ്ല, ഈ ഈത്തപ്പന നട്ടതാരാണ്? അമുസ്ലിമുൻ ഔ കാഫിർ, മുസ്ലിമാണോ ഔ കാഫിറാണോ? അപ്പൊ അവര് പറഞ്ഞു, ബൽ മുസ്ലിമുൻ, മുസ്ലിമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫലാ യഗ്രിസുൽ മുസ്ലിമു ഖർസൻ ഫയഅകുലു മിൻഹു ഇൻസാനുൻ വലാ ദാബത്തുൻ വലാ തൈറുൻ ഇല്ലാ കാന ലഹു സദഖത്തുൻ ഇലാ യൗമിൽ ഖിയാമ. ഒരു മുസ്ലിം ഈത്തപ്പന അല്ലെങ്കിൽ ഒരു വൃക്ഷമോ ഒരു തയ്യോ ഒരു ചെടിയോ എന്തെങ്കിലും അവർ നടുന്നില്ല, അതിൽ നിന്ന് മനുഷ്യന്മാർ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ മൃഗങ്ങൾ ഭക്ഷിക്കുന്നു, പക്ഷികൾ ഭക്ഷിക്കുന്നു, അവനത് അന്ത്യനാളിൽ അയാൾക്ക് സ്വതക്കയായിട്ടല്ലാതെ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വൃക്ഷം നട്ടു, ഒരു മാവും തൈ നട്ടു, നമുക്കതിൽ നിന്ന് പറിക്കാനൊന്നും കിട്ടുന്നില്ല, അത് ഏതെങ്കിലും പക്ഷികൾ വന്ന് ഭക്ഷിച്ചു പോവുകയാണ് എങ്കിൽ പോലും അയാളുടെ ഈമാൻ ശരിയാണെങ്കിൽ അതിൽ പോലും അയാൾക്ക് പ്രതിഫലമുണ്ടെത്താം. എത്ര മാത്രമാണ് ദീന്. എന്നാൽ ഈമാൻ ശരിയല്ല, ഒരാൾ ബൃഹത്തായ പല കർമ്മങ്ങളും ചെയ്യുന്നതാണ്. പെരുന്നാൾ വന്നാൽ, അല്ലെങ്കിൽ ഹജ്ജ് വന്നാൽ, നോമ്പ് വന്നാൽ ഒരുപാട് ഹജ്ജ് ചെയ്യുന്നതാണ്, ഉംറ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് സദഖകൾ ചെയ്യുന്നതാണ്. പക്ഷെ അയാൾ ഈമാൻ ശരിയല്ലെങ്കിലോ ഒന്നും അയാൾക്ക് ഫലം ചെയ്യുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കണ്ട, യാ റസൂലല്ലാഹ്, ഇബ്നു ജുദ്ആന കാന ഫിൽ ജാഹിലിയത്തി യസിലു റഹിമ വ യുതഖിമുൽ മിസ്കീൻ. ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ കുടുംബ ബന്ധം ചേർക്കുന്നതാണ്, അയാൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. അയാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻഫഉ, അയാൾക്ക് ഒന്നും ഉപകാരം ചെയ്യില്ല. ഇന്നഹു ലം യകുൽ യൗമ, അയാൾ ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല റബ്ബി ഗ്ഫിർലി ഖതിയതി യൗമദ്ദീൻ, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പറയാനുള്ള വിശ്വാസം പോലും അയാൾക്കില്ല എന്നാണ്. അയാൾ ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു, പക്ഷേ നാളെ അയാൾക്കത് ഉപകാരപ്പെടില്ല എന്നാണ്. ഇബ്നു അദീബിനു ഹാത്തിം റളിയല്ലാഹു അൻഹു അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇന്ന അബി, എൻ്റെ ഉപ്പയുണ്ടല്ലോ, കാന യസ്ലു റഹിമ വയഫലു വയഫലു, ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു, കുടുംബബന്ധം ചാർത്തുന്ന ആളായിരുന്നു. ഫഹൽ ലഹു ഫീ ദാലിക യഅനി മിൻ അജ്രിൻ, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതിഫലം കിട്ടും? അതേ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് നന്മകൾ ചെയ്ത ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബാക തലബ അംറൻ ഫഅസാബഹു, നിന്റെ പിതാവ് ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അത് അയാൾക്ക് ലഭിക്കുകയും ചെയ്തു. ഖിയാമത്ത് നാളിലോ, ഖിയാമത്ത് നാളിൽ ഒരു ഫലവും ചെയ്യില്ല. കാരണം എന്താണ്? അയാളുടെ ഈമാൻ ശരിയില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ ഈമാൻ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു വർത്തമാനമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനു ബിൽഉൻ വസബൂന ശുഅബ, ഈമാൻ എന്ന് പറഞ്ഞാൽ 70 ചില്ലാനും ശാഖകൾ ഉൾക്കൊള്ളുന്ന സംഗതിയാണ്. അതിന് ഏറ്റവും ഉന്നതമായ കൗലേത അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അവയിൽ ഏറ്റവും താഴ്ന്ന വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. ഇപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണ്, വണ്ടിയിൽ ഒരു വേസ്റ്റിന്റെ പാക്കറ്റ് കണ്ടു, ആരോ കൊണ്ട് വിട്ടതാണ് റോഡുമേൽ. നമ്മളവിടെ വണ്ടി സ്റ്റോപ്പാക്കി അതങ്ങ് എടുത്ത് നീക്കൽ എന്താണ്? അത് ഈമാനിന്റെ ഭാഗമാണ്. എന്നാൽ ഒരു മുഅ്മിൻ മുസ്ലിം റോഡിൽ വേസ്റ്റ് കൊണ്ടുപോയി തള്ളാം,
അതെന്താണ്? അത് ഈമാനിന്റെ ഭാഗമല്ല. പഠിക്കേണ്ട വിഷയമാണ്. ലജ്ജ അത് ഈമാനിന്റെ ഭാഗം. ടെലിഫോൺ നോക്കുന്നു, പല വൃത്തികേടുകളും നോക്കിപ്പോകുന്നു, കണ്ടുപോകുന്നു, സ്ത്രീകളുടെ നഗ്നമായ രൂപങ്ങൾ കാണുന്നു. എന്താണ്? അത് ഈമാനിന്റെ ഭാഗമല്ല. പുരുഷൻ ആണുങ്ങളെ ഡ്രസ്സ് ധരിക്കുന്നു, ആണുങ്ങൾ സ്ത്രീകളെ വേഷം കെട്ടുന്നു, അത് ഈമാനിന്റെ ഭാഗമല്ല. ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, മൻ കുന്ന ഫീ വജദ ബിഹിന്ന അലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം നുകരാൻ വേണ്ടി സാധിച്ചു. നമ്മൾ പലപ്പോഴും കേട്ട ഹദീസാണ്, അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ പ്രവാചകനും അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതായി തീരുക. ഞാൻ ഒരാളെ സ്നേഹിക്കാം എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിന്റെ മാർഗത്തിൽ. അതെ. മറ്റൊന്ന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വഴിയിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം നമ്മൾ യുക്തിവാദത്തിലേക്കോ വ്യക്തിവാദത്തിലേക്കോ കടന്നു പോകുന്നതിന് ഭയപ്പെടുക. എങ്ങനെ? തീയിൽ എറിയപ്പെടുന്നത് പ്രകാരം എങ്ങനെ നമ്മൾ വെറുക്കുന്നുവോ അതുപോലെ വെറുക്കാം. അങ്ങനെ വെറുക്കുകയാണെങ്കിൽ നമുക്ക് ഈമാനിന്റെ മാധുര്യമുണ്ടെന്ന സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞു തന്നു, ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു കഴിഞ്ഞു കേട്ടോ. എന്റെ റബ്ബായ അല്ലാഹുവിനെ ഞാൻ തൃപ്തിപ്പെട്ട ഒരാൾ, എന്റെ മതമായ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട ഒരു വ്യക്തി, മുഹമ്മദിൻ റസൂല, എന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ തൃപ്തിപ്പെട്ട ഒരു വ്യക്തിക്ക് അയാൾക്ക് ഈമാനിന്റെ മാധുര്യം നുകരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒരാൾ സ്നേഹിച്ച ഒരു വ്യക്തി, വഅബ്ഗള ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി കോപിച്ച വ്യക്തി, വഅഅത ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നൽകിയ വ്യക്തി, വമനഅ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി തടഞ്ഞ വ്യക്തി, അയാൾക്ക് ഈമാനിന്റെ പൂർത്തീകരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല വാക്കുകളുമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹു തആല തന്നെയാണോ അവൻ വിശ്വാസിയല്ല. വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹു തന്നെ അവൻ വിശ്വാസിയല്ല. വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹു തന്നെ അവൻ വിശ്വാസിയല്ല. ഖീല വമൻ യാ റസൂലല്ലാഹ്, അപ്പോൾ സഹാബികൾ ചോദിച്ചു, ആരാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ? ഖാല അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇകഹു, ആരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ചതിപ്രയോഗങ്ങളിൽ നിന്നുമാണോ അയാളുടെ അയൽവാസി നിർഭയനാകാത്തത് അയാൾ. ഒരു മുസ്ലിം ഉണ്ട്, നല്ല താടിയും തലപ്പാവലുള്ള വ്യക്തിയാണ്, പക്ഷേ അയൽവാസിയായ വ്യക്തിക്ക് അയാൾ പേടിയാണ്, ഭയമാണ്. കാരണം എപ്പോഴെങ്കിലും ചതിച്ചു കളിയോ, പറ്റിച്ചു കളിയോ, വഞ്ചിച്ചു കളിയോ, നമ്മളെ കുറിച്ച് കുത്തി പറഞ്ഞാളിയോ. അങ്ങനെ നിർഭയനാകാത്ത വ്യക്തിയാണ് അവിടെ കിടക്കുന്ന മുസ്ലിമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തന്നെയാണ് സത്യം, അവൻ വിശ്വാസിയല്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖി മാ യുഹിബ്ബു ലിനഫ്സി. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകില്ല. എങ്ങനെ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വന്തം കാര്യം നിങ്ങളുടെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, വിശ്വസ്തത ഇല്ലാത്തതിന് ഈമാനേ ഇല്ല. ഒരാളെ വിശ്വസിക്കാൻ പറ്റൂല. അയാളെ വിശ്വസിക്കാൻ പറ്റില്ലേ? അയാളായിട്ട് ഇടപാട് നടത്തിക്കളിയല്ലേ? അയാളോട് കൈ ക്രയവിക്രയം നടത്തിക്കളിയല്ലേ? നല്ല നിസ്കാര ടൈം ഉണ്ടാവും. എന്താണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അയാൾക്ക് ഈമാനേ ഇല്ല. അതെ, കരാറിന് വിലയില്ലാത്തവന് ദീനുമില്ല. പൈസ കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കരാറ് നടത്തിയിട്ടുണ്ടാവും, പക്ഷേ അയാൾ ചിലപ്പോൾ പറ്റിച്ചേക്കും. അവനെന്താണ്? അവന് ദീനുമില്ല, മതവുമില്ല, അവന് ഈമാനുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു യഹ്ലഫു വ യുഖ്ലഫ്, മുഅ്മിൻ ഈമാനുള്ളവൻ, വിശ്വാസി, അവൻ ഇണങ്ങുന്നവനും ഇണക്കപ്പെടുന്നവനുമാണ്. അവനോട് ഇണക്കമുണ്ടാവുകയും ചെയ്യും, വെറുത്ത് നിൽക്കുന്നവനല്ല. സുബീക്ക് ഫജ്റിന് പള്ളിയിൽ വന്നതായിരിക്കും, ചിലപ്പോൾ ഒരു സഫിൽ നിന്നതായിരിക്കും, പിന്തിരിഞ്ഞു പോകുമ്പോൾ സലാചൊല്ലാൻ വേണ്ടി പറ്റുന്നില്ല. പിണക്കത്തിലാണ്, വെറുപ്പിലാണ്, മിണ്ടാൻ വേണ്ടി പറ്റുന്നില്ല, സലാം ചെല്ലാൻ വേണ്ടി പറ്റുന്നില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഈമാൻ ഉള്ളവൻ മുഅ്മിൻ ഇണങ്ങുന്നവനും ഇണക്കപ്പെടുന്നവനുമാണ്. വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഖ്ലഫ്. ഇണങ്ങുകയോ ഇണക്കപ്പെടുകയോ ചെയ്യാത്തവൻ ഒരു ഖൈറുമില്ല. വിശ്വാസിയുടെ ഗുണമല്ല. വെറുത്ത് നിൽക്കുക, കാലാകാലം എത്ര വർഷമായി മിണ്ടാത്ത സഹോദരിയാണ് എൻ്റെ കുടുംബത്തിലുള്ളത്. ആ വീട്ടിലേക്ക് കയറലേ ഇല്ല, ഒരു കാര്യവുമില്ല, ഈമാനിന്റെ ഒരു ഗുണവുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൽ ഈമാൻ, എന്താണ് ഈമാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സറത്തുക ഹസനതുക, നിന്റെ നന്മ നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, നീ ചെയ്യുന്ന ഗുണങ്ങൾ, നിന്റെ സഹോദരന്റെ മക്കളെ നീ സഹായിക്കുന്നുണ്ട്, അവർക്ക് ഭർത്താവില്ല, നിന്റെ അയൽവാസി അവർ അനാഥരാണ്, അല്ലെങ്കിൽ അവർക്ക് നാഥനില്ല, അവരുടെ പിതാവിന് നല്ല ജോലിയില്ല, നീ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല ഉപകാരങ്ങൾ താങ്കൾ ചെയ്യുന്നുണ്ട്, അത് താങ്കളെ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ തിന്മകൾ, നിന്റെ ദ്രോഹങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ നിന്നെ വിഷമിപ്പിക്കുകയാണ്. ഇന്ന് മകനോട് മോശമായി സംസാരിക്കേണ്ടി വന്നു, ഇന്ന് ജ്യേഷ്ഠനെ വിളിച്ചിട്ട് കാര്യത്തിൽ സംസാരിക്കേണ്ടി വന്നു, അത് നിനക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല. എൻ്റെ ഭാര്യനോട് ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. എൻ്റെ ഭർത്താവിനോട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്, അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നൊരു വിഷമം നിന്റെ മനസ്സിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നീ മുഅ്മിനാണെന്നാ, നീ വിശ്വാസിയാണെന്നാ. അപ്പൊ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫമൽ ഇസ്ം, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്താണ് പാപം എന്ന് പറയുന്നത്? അപ്പൊ നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഉപേക്ഷിക്കലാണ്, അതാണ് പാപം എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ടിയിരുന്നില്ല, അത് പറയേണ്ടിയിരുന്നില്ല, അവിടെ പോകേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന സംഗതി, അതാണ് പാപം എന്ന് പറയുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുഅ്മിനുൽ ലദീ യുഖാലിതു നാസ വയസ്ബിറു അലാ അദാഹും. അതെ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസി എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഇടപെടുന്നവരാണ്, ജനങ്ങളെ കൂട്ടത്തിലുള്ളവരാണ്. എൻ്റെ ഇബാദത്ത്, എൻ്റെ ആരാധന എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവനല്ല. എൻ്റെ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുന്നവനല്ല, മറിച്ച് ജനങ്ങളുമായി ഇടപെടുന്നവനാണ് മുസ്ലിം മുഅ്മിൻ. അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ, വിഷമങ്ങളിൽ ക്ഷമിക്കുന്നവനാണ്. ഖൈറും മിനൽ മുഅ്മിനിൽ ലദീ ലാ യുഖാലിതു വലാ യസ്ബിറു അലാ അദാഹു. ജനങ്ങളുമായി ഇടപെടാത്ത, ജനങ്ങളുടെ വിഷമതകളിൽ ക്ഷമിക്കാത്ത ഒരു വിശ്വാസിയേക്കാൾ ജനങ്ങളുമായി ഇടപെടുന്ന, അവരുടെ വിഷമതകളിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന വിശ്വാസിക്കാണ് പുണ്യമുള്ളത്, അവനാണ് മഹത്വമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്തആൻ, വിശ്വാസി അവൻ ആക്ഷേപകനല്ല, എപ്പോഴും കുറ്റം പറഞ്ഞു കൊടുക്കാം. ഭക്ഷണത്തളിക വെച്ചാൽ പറയും, ഇത് കറി ശരിയായിട്ടില്ല, ഉപ്പ് ശരിയായിട്ടില്ല, അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല. എന്നാൽ അയാൾ സ്വന്തം പാചകം ചെയ്യുവോ? അതും ഇല്ല. അയാൾ ഭാര്യനെ സഹായിക്കുവോ? അതും ചെയ്യില്ല. എന്നാൽ എപ്പോഴും ആക്ഷേപിച്ചുകൊണ്ട് പറയാം, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കാം. വലല്ലആൻ, ശാപകനല്ല, നീ ഒരിക്കലും നന്നാവില്ല. മകനോട് പറയാ, മകളോട് പറയാ, നീ അങ്ങനെ തന്നെ ആയിപ്പോട്ടെ, അല്ലെ, അല്ലെങ്കിൽ വേറെ ആളെ പറ്റി ക്ഷമിച്ചു പറയാ, അത് വിശ്വാസിക്കുണ്ടാകുന്നതല്ല. വലൽ ഫാഹിഷ്, നീചനല്ല. വലൽ ബദീ, അസത്യം പറയുന്നവരല്ല. എത്ര സംസാരിച്ചാലും മോശമായൊരു വാക്കയാൽ നാവിന് വരില്ല. അയാൾ കാര്യം സംസാരിക്കും, നീതി സംസാരിക്കും, സത്യത്തിന് വേണ്ടി സംസാരിക്കും. അതിൽ ചിലപ്പോൾ അയാളുടെ ശബ്ദം ചിലപ്പോൾ ഉയർന്നേക്കാം, പക്ഷെ അസഭ്യവാക്ക് അയാളുടെ വായിൽ നിന്ന് ഒരു കണ, ഒരു രൂപത്തിലും അയാളിന് വരികയില്ല എന്നാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹിരിൻ മറത്തൈൻ. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഒരു മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം പാമ്പ് കടിയേൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ പറ്റിക്കപ്പെട്ടു, വീണ്ടും അയാൾ പറ്റിക്കപ്പെടുകയില്ല. ഒരാൾ ചതിക്കപ്പെട്ടു, വീണ്ടും ചതിക്കപ്പെടാൻ അയാൾ ചാൻസ് കൊടുക്കുകയില്ല. ഒരാൾ ഓൺലൈനിൽ എന്തോ കണ്ടു, അത് വേഗം അടിച്ചു കൊടുത്തു, വന്നു വീട്ടിലേക്ക് വന്നു, തുറന്നു നോക്കുമ്പോൾ മനസ്സിലായത് എന്താണ്, ഇത് ഓർഡർ ചെയ്ത സാധനമല്ല. വീണ്ടും അതുപോലെ ഓർഡർ ചെയ്യാം. അതൊരു മുഅ്മിൻ ഉണ്ടാവുകയില്ല, ഒരു വിശ്വാസിക്ക് ഉണ്ടാവുകയില്ല. ഒരു കരാറൊന്നും എഴുതി വെക്കാതെ ഒരാൾക്ക് പൈസ വായ്പ കൊടുത്തു, പണ്ട് കൊടുത്തിരുന്നു, പറ്റിക്കപ്പെട്ടിരുന്നു, വീണ്ടും അതുപോലെ ചെയ്യാം, അങ്ങനെ ഉണ്ടാവുകയില്ല. ഒരു മുഅ്മിൻ 2 പ്രാവശ്യം അയാൾക്ക് മാളത്തിന് പാമ്പ് കടിയേൽക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മുലുൽ മുഅ്മിനീന ഈമാന,
ഒരു വിശ്വാസികളുടെ ഈമാൻ പൂർത്തിയാക്കുന്നത് അഹ്സനും അഖ്ലാഖ, നല്ല സ്വഭാവം കൊണ്ടാണ്. നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, വിനയാനിതനാണ്. എന്നാൽ അവിശ്വാസികളുടെ മുന്നിൽ ഇസ്സത്തുള്ളവരാണ്. അങ്ങനെയാണ് എന്ന് പറഞ്ഞു. വിശ്വാസികൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, വളരെ വിനയാനിതനാണ്. എന്നാൽ വിശ്വാസികൾക്കെതിരെ ചിലപ്പോ നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ വളരെ ശൗര്യം പ്രകടിപ്പിക്കുന്നവരാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായിട്ട് പെരുമാറുന്നവരാണ്. ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളെപ്പറ്റി സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ആരാ? സ്വന്തം വീട്ടിലെ ഭാര്യയാണ്. എന്നെപ്പറ്റി സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ആരാ? എന്റെ ഭർത്താവാണ്. നിങ്ങൾ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണോ എന്ന് വിശേഷിപ്പിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ ഭാര്യയാണ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നല്ല സ്വഭാവം കൊണ്ടല്ലാതെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. ആ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ആരാണ്? അത് ഭാര്യയാണ്. കാരണം നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്നത് ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണ്. ചില ആൾക്കാർ പുറത്തു വന്നാലൊക്കെ നല്ല മാന്യന്മാരായിരിക്കും, എല്ലാവരോടും ചിരിച്ചുകൊണ്ടും വിനയാനിതരായിക്കൊണ്ടും നല്ല സ്വഭാവത്തിലൊക്കെ ഇടപെടും. പള്ളികളിലും കമ്മിറ്റികളിലും പുറത്തും നാട്ടുകാരോടൊത്തും അയൽവാസികളോടൊക്കെ നല്ല സ്വഭാവമായിരിക്കും. എന്നാൽ വീട്ടിൽ വന്നാലോ പ്രത്യേക മുഖമായിരിക്കും. ഭാര്യയോട് നല്ല സ്വഭാവം കാണിക്കില്ല, ഒന്ന് പുഞ്ചിരിക്കില്ല. ഭർത്താവിനോട് പുഞ്ചിരിക്കാൻ വേണ്ടി സമയമില്ല, നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി താല്പര്യമില്ല. അവളുടെ പരാതികൾ, പരിഭവങ്ങൾ, പരിവട്ടങ്ങൾ കേൾക്കാൻ, അതിനുവേണ്ടി ഇരുന്ന് കൊടുക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ വിശ്വാസിയാണെന്ന് നടിക്കുകയാണോ, പൂർണ്ണമാക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരാൾ അല്ലാഹുവിലും അവന്റെ പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടോ, ഫലാ യഖ്ലൂന ബിഇംറാത്തിൻ, അവൻ ഒരു സ്ത്രീയോടൊപ്പം തനിച്ചാകരുത്. ലൈസ മഅസൂ മഹ്റമിൻ മിൻഹാ, അവളുമായി രക്തബന്ധമുള്ള ആൾ കൂടെയില്ലാതെ, ഫഇന്ന സാലിസുഹുമ ശൈത്താൻ, മൂന്നാമത് ശൈത്താനുണ്ട് കേട്ടോ. ഉംറക്ക് പോകുന്നത് പോലും നമ്മൾ എങ്ങനെയാണ് സഹോദരന്മാരെ? ഉസ്താദിന്റെ കൂടെ. നമ്മുടെ സ്ത്രീകൾ പോവുകയാണ്. ആരാ അമീർ? ഉസ്താദ്. ആരാ രക്തബന്ധമുള്ള ആള്? ഉസ്താദ്. ആരാ നിങ്ങളുടെ കൂടെ വേറെ എന്തെങ്കിലും ബന്ധമുള്ളത്? അതും ഉസ്താദ്. ഉസ്താദ് എന്താ സഹോദരന്മാരെ? ഉസ്താദ് എന്താ അങ്ങ് ഇറങ്ങി വന്ന ആളാറ്റാണ്, ആകാശത്താവറ്റോ. അയാളിപ്പോ ശൈത്താൻ ഉണ്ടാവില്ലേ? മൂന്നാമത് ശൈത്താനാണ്. നിങ്ങൾ ഒരു യാത്രയിലാകട്ടെ, അത് വേറെ തന്നെ ഹദീസുണ്ട്, എല്ലാം തനിച്ചാകട്ടെ. ഇപ്പൊ വീട് നിർമ്മാണമൊക്കെ ചിലപ്പോൾ നാട്ടിൽ നിന്ന് പൈസ കൊടുത്തയച്ചിട്ട് എടുപ്പിക്കുന്നവരായിരിക്കും, ഭാര്യയായിരിക്കും. ചിലപ്പോൾ ബെഡ്റൂമിലോ ഏതെങ്കിലും ഒന്ന് കാണിക്കുമ്പോൾ ആ പണിക്കാരനും ഭാര്യയും തനിച്ചായിരിക്കും. അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണത്തിന്റെ കംപ്ലീറ്റ് ജോലി ആരാ മേൽനോട്ടം വയ്ക്കുന്നത്? ഭാര്യയായിരിക്കും. പണിക്കാരെ വിളിക്കുന്നതും കൊടുക്കുന്നതും ഏർപ്പാട് നടത്തുന്നതും ഒക്കെയും സ്ത്രീകളെ വിട്ടുവെച്ചിട്ടും നമ്മൾ മാറി നിൽക്കുകയാണ്. അങ്ങനെ ആക്കാൻ വേണ്ടി പാടുള്ളതല്ല. കാരണം മൂന്നാമത് അവിടെ എന്തുണ്ടാകും? ശൈത്താനുണ്ടാകും. ചിലപ്പോൾ അവൾക്കൊന്നും ഉണ്ടാവുകയില്ല, പക്ഷെ പുരുഷന്മാരുടെ വികാരം അങ്ങനെയല്ല. അതുകൊണ്ടാണ് മൂന്നാമത് അവിടെ ശൈത്താൻ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. സഹോദരന്മാരെ, ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറു ബിയദിഹി, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് അതിനെ തടിയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് തടിയണം. ഫഇല്ലം യസ്തതി വബിഖൽബിഹി, അതെ, അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൽബ് കൊണ്ട്, ഹൃദയം കൊണ്ട് അതിനെ വെറുക്കണം. വദാലിക അൽഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ബലം കുറഞ്ഞ അവസ്ഥയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളോടും നമ്മൾ രാജിയാവുക എന്നതല്ല, മറിച്ച് തിന്മകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സമീപനം നമ്മൾ ഉണ്ടാക്കണം. അതായത് കണ്ട തിന്മകൾ തടിയാൻ പറ്റുമെങ്കിൽ തടിയണം, അല്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാൻ പറ്റുമെങ്കിൽ അതിനെ എതിർക്കണം. അതുമല്ല, ഹൃദയം കൊണ്ടെങ്കിലും അതിനെ വെറുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, അതെ, ഒരാൾ വിശ്വാസിയായിക്കൊണ്ട് ഒരിക്കലും വ്യഭിചരിക്കുകയില്ല. വലാ യസ്രിക്കു സാരിക്കു ഹീന യസ്രിക്കു വഹുവ മുഅ്മിൻ, ഒരാൾ വിശ്വാസിയായിക്കൊണ്ട് ഈമാനുള്ളവനായിക്കൊണ്ട് ഒരിക്കലും മോഷ്ടിക്കുകയില്ല. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹ വഹുവ മുഅ്മിനുൻ, അതെ, ഒരു വിശ്വാസി ഒരിക്കലും കള്ള് കുടിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കുക എന്നുള്ള അപകടങ്ങളൊക്കെ ഒരു വിശ്വാസിയിൽ വന്നേക്കാം, പക്ഷെ അപ്പോൾ അയാളുടെ ഈമാൻ ചോർന്നു പോകുന്നു എന്ന് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ള ഒരുപാട് വിശേഷണങ്ങൾ
വിശ്വാസികൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, ഒന്നും കൂടി ഓർത്തുകൊണ്ട് അവസാനിപ്പിക്കുക. ഇന്നൽ മസ്ലൽ മുഅ്മിനി ലകമസ്ലിൻ നഹ്ല എന്ന് പറഞ്ഞു. സത്യവിശ്വാസികളുടെ ഉദാഹരണം തേനീച്ചതുപോലെയാണ്, തേനീച്ചനെ പോലെയാണ്. അക്കലത്ത് തൊയ്യിബത്തൻ വവളഅത്ത് തൊയ്യിബ, തേനീച്ച ശുദ്ധമായത് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ, ശുദ്ധമായത് മാത്രമേ അത് സ്രവിപ്പിക്കുകയുള്ളൂ. വവഖഅത്ത് ഫലം തക്സിർ വലം തുഫ്സിദ്, അത് ഏതെങ്കിലും പൂവിലോ ചില്ലയിലോ ചെന്നിരുന്നാൽ അതിനെ ഒടിക്കുകയോ അതിനെ കേടുവരുത്തുകയോ ചെയ്യുകയില്ല. അതുപോലെയാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ. എന്നാൽ എപ്പോഴും നല്ലത് മാത്രം പറയുന്ന, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ, നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു തേനീച്ചനെ പോലെ ഉദാഹരിച്ച്. എങ്ങനെ? ഏത് കിണത്തിന് തേനീച്ച എന്ന് പറയുന്നത് മധുരമുള്ളതാണ് നുകരുന്നത്. അതൊരു വൃക്ഷത്തിലോ തയ്യിലോ പോയിരുന്നാൽ ആ വൃക്ഷത്തിനോ തയ്യിനെയോ അത് കേടുവരുത്തുന്നില്ല, മറിച്ച് അത് നല്ലത് മാത്രമേ നുകരുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിശ്വാസിയുടെ സ്വഭാവം, പെരുമാറ്റം, ഇടപാടുകൾ അത് നന്മയിലായിരിക്കും. അയാളെക്കുറിച്ച് മറ്റുള്ളവർ അസഭ്യം പറയുകയോ മോശം പറയുന്നൊരവസ്ഥ അയാൾ സ്വയം ഉണ്ടാക്കിയെടുക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈമാന്റെ വ്യത്യസ്ത മുഖങ്ങളും ഗുണങ്ങളും പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാഹ്, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ അടുത്ത കാലത്തായി പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത സിറിയയിലെ വാർത്തയാണ്. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളൊക്കെ മുസ്ലിങ്ങളുടെ നാടായിട്ടാണ് യഥാർത്ഥത്തിൽ സിറിയയെ എണ്ണിയിരുന്നതും കണക്കാക്കിയിരുന്നതും. സിറിയയിലെ സുന്നി മുസ്ലിങ്ങൾ കടുത്ത ഷിയ പക്ഷപാതിയായ ബഷാറുൽ അസദിന്റെ കൈകളാൽ അടിച്ചമർത്തപ്പെടുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരിക്കലും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്താണ്? വളരെ ന്യൂനപക്ഷമായ, വളരെ ചെറിയൊരു വിഭാഗമായ ആൾക്കാർ, ആ ആൾക്കാരാണ് സിറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഷിയ പക്ഷപാതികളാണ്. ഇപ്പൊ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇസ്നാ അശരിയിൽപ്പെട്ട 12ാമത്തെ ഗ്രൂപ്പ് എന്ന് ഗണിക്കുന്ന ഒരു ഗ്രൂപ്പായ ആ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് യഥാർത്ഥ പേർഷ്യ എന്നുള്ള മുഹമ്മദ് ബിൻ നുസൈർ അൽ നുമൈരി. അയാള് വഫാത്താകുന്നത് 270-ലാണ്. അപ്പൊ അയാളുടെ കീഴിൽ വന്ന അലവിയൂൻ എന്ന പേരിൽ പിന്നീട് വിളിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ്, ഇപ്പൊ നുസൈരിയാക്കൾ, അതിന്റെ ഭരണകൂടത്തിന്റെ ആളായിരുന്നു ആഫിദ് അൽ അസദും അതുപോലെ തന്നെ ബഷാറുൽ അസദും. അവിടെയുള്ള മഹാഭൂരിപക്ഷമുള്ള അഹ്ലുസുന്നന്റെ ആൾക്കാർ, സുന്നികളായ ആൾക്കാർ, അവരെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും വളരെ അണ്ടർഗ്രൗണ്ട് സെല്ലുകളിൽ പോലും മരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഉപേക്ഷിക്കുകയും ചെയ്ത ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയെന്നാണ് ഇപ്പൊ അടുത്ത കാലത്താണ് അത് അറിയുന്നത്. സ്വൈദിനായ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നിനെ അനുസ്മരിക്കുന്ന ക്യാമ്പുകളാണ് അണ്ടർഗ്രൗണ്ടുകളിൽ പാർപ്പിച്ച് ആ എയറോൾ പോലത്തുള്ള ഹോഴ്സിലൂടെ മാത്രം വെളിച്ചം കിട്ടുന്ന അവസ്ഥ. അവർക്ക് എപ്പോഴാണ് പകലെന്ന് രാത്രിയെന്ന് ഈ വെളിച്ചത്തിന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതാണ് ദിവസം, ഏതാണ് മാസം, എത്ര വർഷമായി ഞാനിവിടെ, അതൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇപ്പോൾ മനസ്സ് 40 വർഷം 45 വർഷമൊക്കെ കഴിഞ്ഞു കൂടുന്ന ആൾക്കാർ ആ ജയിലിലുണ്ടായിരുന്നത്. അവരുടെ മാനസിക നില പോലും തെറ്റിയ അവസ്ഥയിലാണ്. ഞങ്ങളെ മോചിപ്പിച്ചത് സദ്ദാം ഹുസൈനാണ് എന്ന് കരുതിയിരുന്ന അവസ്ഥ പോലും ഈ അവർ മോചിപ്പിക്കട്ടവരെന്നുള്ള പ്രതികരണങ്ങൾ വന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. സഹോദരന്മാരുടെ വിശ്വാസം എന്താണ്? അലി റളിയല്ലാഹു അൻഹു അവർക്ക് അനശ്വരനായിട്ടുള്ളവൻ, ജനിക്കുകയോ അദ്ദേഹം മരിക്കുകയോ ചെയ്യില്ലെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സൃഷ്ടിച്ചത് അലി റളിയല്ലാഹു അൻഹു. ഈ നുസൈരിയാക്കളെ വിശ്വാസം എന്നവർ, അവർക്ക് പള്ളികളില്ല, മസ്ജിദുകളില്ല, മറ്റ് പ്രത്യേകമായ സ്വകാര്യ സ്ഥലങ്ങളിൽ ആരാധനകൾ നടത്തുക, പ്രാർത്ഥനകൾ നടത്തുക എന്ന വ്യത്യസ്തമായ വിചിത്രമായ വിശ്വാസമാണ്. റമളാനെ പറ്റി അവർക്കുണ്ടാകുന്ന ആകെ വിശ്വാസം എന്ന് പറയുന്നത് അത് ലൈംഗിക ബന്ധം പാടുള്ളതല്ല. ഹജ്ജ് എന്ന് പറയുന്നത് അലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ശരിക്കും അനിസ്ലാമികമായ ഒരു വിശ്വാസധാരയായിരുന്നു അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്ന ഒരു ഷെയ്ഖ് കുവൈത്തിലുള്ള അയാൾക്ക് ഒരുപാട് വർഷമായി നാട്ടിലേക്ക് വന്നു. മാതാപിതാക്കൾ ഇറാഖിന്റെ ബോർഡറിലാണ് മറ്റാണ് താമസിക്കുന്നത്. അയാളുടെ സഹോദരൻ മറ്റേതോ മേഖലയിൽ താമസിക്കുന്നു. ഇപ്പോൾ ഉണ്ടാകുന്ന ആ പരിവർത്തനം അദ്ദേഹത്തിനൊക്കെ വലിയ സന്തോഷമുണ്ടാക്കിയിരിക്കുകയാണ്. അഹ്ലുസുന്നയെ കുറിച്ച് ശബ്ദവും അവിടെ ഉണ്ടായിരുന്നില്ല.
സഹോദരന്മാർ, ഇങ്ങനെയുള്ള കൊടും പാതകികൾ നമ്മളൊക്കെ കഴിക്കുന്നത് മുസ്ലിം രാഷ്ട്രം മുസ്ലിങ്ങളാണെന്ന് ഇത് സിറിയയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മഹത്വവൽക്കരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂബൽ ഷാം, ഷാമിനാണ് സൗഭാഗ്യം. അപ്പൊ സഹാബികൾ ചോദിച്ചു, ലി അയ്യിൻ സാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്തുകൊണ്ടാണ് സിറിയക്ക് സൗഭാഗ്യം എന്ന് പറയുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലി അന്നൽ മലായികത റഹ്മാനി ബാസിതുൻ മജ്നിഹതഹാ അലൈഹാ, അള്ളാഹുവിന്റെ കരുണാവനായ അള്ളാഹുവിന്റെ മലക്കുകൾ ഷാമിന്റെ മുകളിൽ ചിറകുകൾ വീഴ്ത്തിയിരിക്കുകയാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനെ അർത്ഥമാക്കുന്ന സഹോദരന്മാരെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ഷാമിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദുആയിരിക്കണം മുസ്ലിങ്ങൾക്ക് വേണ്ടി, എല്ലാ സ്ഥലങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആയിരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കൊടും പാതകികളായ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ ആരായാലും, ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരികളായാലും അവർക്കൊക്കെ ഒരു പതനമുണ്ട്. നിങ്ങളെ ചുറ്റുമുള്ള എത്ര നാടുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്, എത്ര നാടുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുന്നു, അവർ മടങ്ങുന്നതിന് വേണ്ടിയിട്ടുണ്ട്. എത്ര സ്വേച്ഛാധിപതികളുടെ ഭരണം നടത്തിയിട്ടുണ്ട്. സഹോദരന്മാർ, അവരുടെ ഭരണമൊന്നും ഇവിടെ ശാശ്വതമല്ല. അപ്പൊ നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം മാർഗങ്ങളിൽ, ഇത്തരം വഴികളിൽ നമുക്ക് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിറിയയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി, അഹ്ലുസുന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെയും യഥാർത്ഥ വിശ്വാസികളെയും സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമാക്കുക. എല്ലാവിധ ശിർക്കിനോടും ദൂരം പ്രാപിക്കുക. എല്ലാവിധ വിദ്ഗത്തുകളും കഴിയൊഴിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൊടുക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ കൊടുത്തു തീർക്കുക. മാപ്പ് ചോദിക്കേണ്ടവർ നമുക്കിടയിലുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുക്കേണ്ടവർ നമുക്കുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുകയും മാപ്പ് ചോദിക്കേണ്ടവരുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് ചോദിക്കുകയും ചെയ്യുക. ഇഖ്ലാസോടുകൂടി, പ്രതിഫലിച്ചോടുകൂടി പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാരോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചരിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗങ്ങൾ, അള്ളാഹു എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കി യഖീനോട് കൂടി, ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ ഇവരെയും മാറ്റിത്തീർക്കണമേ. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസും ആരോഗ്യസൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മൾ ഇന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.